മക്കൾ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരണം. ഏതൊരാരാധനാ കർമ്മത്തിലും ഇസ്ലാമിൽ ഇളവുണ്ട്. ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. 1.5 ആഴ്ച മുമ്പ് എനിക്ക് ആക്സിഡന്റ് പറ്റി. എങ്കിൽ എന്റെ ശരീരം എനിക്ക് അനുവദിക്കുകയും രോഗം സുഖപ്പെടുകയും സാമ്പത്തികമായി എനിക്ക് വീണ്ടും ഉന്നതി വന്നാൽ മാത്രം അടുത്ത തവണ ഹജ്ജിന് പോയാൽ മതി. റമദാനിന് വേണ്ടി ഞാൻ ഒരുങ്ങി, എല്ലാം തയ്യാറായി നിന്നു. പക്ഷേ തലേ ദിവസം എനിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ഡോക്ടർ പറയണം 1.5 മാസം മരുന്ന് കുടിക്കണം. ആ തവണ എനിക്ക് റമദാനിൽ നോമ്പ് നോൽക്കണമെന്ന് നിർബന്ധമില്ല. അടുത്ത വർഷം നോമ്പ് നോറ്റിയാൽ മതി. എന്നാൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ കൈയൊടിഞ്ഞോ നിസ്കരിക്കണം, കാല് മുറിഞ്ഞോ നിസ്കരിക്കണം, നട്ടെല്ല് തളർന്നോ നിസ്കരിക്കണം, എയ്ഡ്സ് ബാധിച്ചോ നിസ്കരിക്കണം, ക്യാൻസർ ബാധിച്ച് RCCയിൽ അഡ്മിറ്റാണോ, ബോധമുണ്ടോ, ജീവനുണ്ടോ, സ്വബോധമുണ്ടോ, അയാൾ നമസ്കരിക്കണം. കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും കുമ്പിട്ടിട്ടാണെങ്കിലും മനസ്സിൽ ഉളവെടുത്തിട്ടാണെങ്കിലും നമസ്കാരം നഷ്ടപ്പെടുത്തി